വീണ്ടും നമുക്കൊന്ന് കുറച്ച് നമ്മുടെ ഈ മാപ്പിളപ്പാട്ടിന്റെ ഒരു കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്കറിയാം എഞ്ഞോടി മ്യൂസിക് ഉൾപ്പെടെയുള്ളവർ ഇതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചത്. അപ്പൊ അന്ന് ഈ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ ആ കാലഘട്ടങ്ങളിൽ വീടുകളിൽ അല്ലെ കല്യാണ ദിവസങ്ങളൊക്കെ പാടുകയായിരുന്നു ഒരു രീതി. ഇന്നത് മാറിയിട്ടുണ്ട്, ഇന്നിപ്പോ ഒരുപാട് വേദികളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു മാറ്റം ഏകദേശം അടുത്തറിഞ്ഞ ഒരാളാണ് ഒന്ന് അങ്ങനെ അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ. ഞാനൊക്കെ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മൂസക്ക, പീർക്ക, അവരെന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അവരൊക്കെ ഒരു വേദിയിൽ എങ്ങനെ പാടാൻ പറ്റും, കല്യാണ വേദിയിലൊക്കെ പാടാൻ പറ്റും. അങ്ങനെ ഒരു എന്താ പറയുക ആ സമയത്ത് വർക്കുകൾ ഇറങ്ങി. പിന്നെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയത്, എന്നെ ഈ ഒരു രംഗത്തേക്ക് ഫസ്റ്റ് മാപ്പിളപ്പാട്ട് ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഹാരിസ് തളിപ്പറമ്പാണ്. എൻ്റെ ആദ്യം എന്നെ ഒരു ഇതിലേക്ക് എത്തിച്ചത് ഹാരിസ് തളിപ്പറമ്പാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. ഫിർദൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൽബം ഓഡിയോ ആണ്. മണിമുത്ത് ബേബിക്ക് കാനോത്ത് എന്നുള്ള പാട്ട്, അതുപോലെ അഫ്ലൽ റുസൂലി എന്ന് പറഞ്ഞ അറബി ഗാനം, അത് ഞാൻ പാടിയിട്ടുള്ളതാണ്. ആ പാട്ട് പിന്നീട് ഒരുപാട് കുട്ടികൾ ഈ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ മത്സരിക്കുന്ന പാട്ട്. അഫ്ലലു റുസൂലി നബി ത്വാഹ മുബാരക്, അഫ്ലലു റുസൂലി നബി ത്വാഹ മുബാരക്, മുജ്തബാ മുർത്തലാ യാ ഹബീബു യാ മുബാരക്, മുജ്തബാ മുർത്തലാ യാ ഹബീബു യാ മുബാരക്, റബ്ബി സ്വല്ലി അലാ നബി ത്വാഹ മുബാരക്, റബ്ബി സ്വല്ലി അലാ നബി ത്വാഹ മുബാരക്. ഞാൻ പറഞ്ഞു വന്നത്, മുമ്പത്ത് ഞാനൊക്കെ പാടിയുന്ന സമയത്തുള്ള കല്യാണ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ എന്താ പറയുക ഫുൾ കല്യാണത്തിൻ്റെ പ്രോഗ്രാമുകളായിരിക്കും. ഈ കല്യാണ വീടുകളിൽ തലേന്ന് മൈലാഞ്ചി രാത്രിയിലൊക്കെ കല്യാണ പാട്ടുകൾ അവരുടെ പേര് വെച്ചിട്ടൊക്കെ പാടുന്ന ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളൊരു ഇതാണ് കൂടുതൽ. അതുപോലെ കൈമുട്ടിപ്പാട്ടൊക്കെ അന്നേ ആ സമയത്ത് ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഒരു കുറച്ചും കൂടി ട്രെൻഡായിട്ട് വീണ്ടും അത് വന്നിട്ടുണ്ട്. അപ്പോൾ മൂസക്കാൻ്റെയും പീർക്കാൻ്റെയൊക്കെ കൂട്ടത്തിൽ ഒരുപാട് വേദികൾ അങ്ങനെ പങ്കെടുക്കുക. അങ്ങനത്തെ ഒരു പഴയ കാലഘട്ടത്തിലുള്ള ഒരു കല്യാണ പരിപാടികളൊക്കെ അവരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നേരെ മറിച്ച് ഇന്ന് അതൊക്കെ മാറി. ഇന്ന് ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ കല്യാണ പ്രോഗ്രാമിനൊക്കെ ആ ഒരു രീതിയിലല്ല പ്രോഗ്രാം, പഴയ ഒരു സ്റ്റൈലിലല്ല. ഒരു വലിയ മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കീബോർഡ് ഉണ്ടാവും, ഒരു തബല കൂടി ഒരു കമ്പോസർ, ആ ഒരു 3 പീസാണ്. പക്ഷെ ഇന്ന് സ്റ്റേജ് നിറച്ചും ഇൻസ്ട്രുമെന്റ് ആണ്. അങ്ങനത്തെ ഒരു നമുക്ക് നമ്മുടെ ഒരുപാട് നിങ്ങളുടെ ഈ വർക്കുകൾ തന്നെ നമ്മുടെ തൻസീർ കൂത്ത് പറമ്പിന്റെയും കാൽ ബോയ്സിന്റെ ഒക്കെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു അനുഭവം. തീർച്ചയായിട്ടും അതെന്തായാലും പറയണം. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മുടെ താജുദ്ദീൻ വടകര, താജുക്ക, അതുപോലെ കൊല്ലം ഷാഫി, അവരൊക്കെ ഈ ആൽബം മേഖലയിൽ ഇങ്ങനെ അഭിനയിച്ച് തകർത്താടുന്ന ഒരു സമയം. ആ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ പാടുക, അത് മറ്റുള്ള ആരെങ്കിലും അഭിനയിക്കുക, നമ്മൾ വിഷ്വൽ അതിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പാടിയ പാട്ടുകളൊന്നും ചില ആൾക്കാർക്ക് ഞാൻ പാടിയതാണോ ഒന്നും അറിയില്ല. അങ്ങനെയുള്ള സമയത്ത് ആ സമയത്ത് ഇറങ്ങിയ പാട്ടാണ് എൻ്റെ അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു സ്നേഹം എന്നുള്ള ക്യാമ്പസിലൊക്കെ ഒരുപാട് വളരെ നല്ല ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷെ ആ ഒരു പാട്ട് ഞാനാ പാടി എന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം ഞാനതിന് മീഡിയയിൽ വന്നിട്ടില്ല, ആൽബം ഇതിൽ വേറെ ആളാണ് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് എന്നെ ഫസ്റ്റ് ഒരു ആൽബം വിഷ്വൽ മീഡിയയിലേക്ക് ഫസ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ പ്രിയ എൻ്റെ അനുജൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. തൻസീർ കൂത്തുപറമ്പ്, താൽ ബോയ്സിൻ്റെ അതിലാണ് ഫസ്റ്റ് കുഞ്ഞുപെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞ ആൽബത്തിൽ ഫസ്റ്റായിട്ട് വരുന്നത്. ആ ഒരു തുടക്കം എന്തായാലും നല്ലൊരു തുടക്കമാണ്. അതിനുശേഷം ഒരുപാട് പിന്നെ അങ്ങോട്ട് ആൽബം മേഖലയിലൊക്കെ ഒരു സാന്നിധ്യമാകാൻ പറ്റി.